രേണുസുതി എവിടെ തൊട്ടാലും അത് കുറ്റം. രേണുസുതിക്കില്ലാത്ത കുറ്റമില്ല. രേണുസുതി വയറ് കാണിക്കാൻ പറ്റത്തില്ല. രേണുസുതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രേണുസുതിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രേണുസുതിക്ക് ഒരു ആണിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് രാവിലെ ഇട്ടുകൊണ്ട് വന്നപ്പോഴേ ഇതിട്ടോണ്ട് ഇറങ്ങിയപ്പോ എന്റെ അമ്മയും പപ്പയെ ചിരിക്കുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി എന്താന്ന് വെച്ചാൽ പറയാം, ചുമ്മാ അല്ല നിക്കറവത് ചിരിക്കുന്നല്ലേ. ചേർത്ത് പിടിച്ചേ, കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ, ആ ചുണ്ടിലും തൊട്ടേ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതി, അതാണ് കണ്ടന്റ്. അപ്പോൾ രേണുവിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. രേണു സത്യം ഞാൻ പറഞ്ഞില്ലേ, ഈ രേണുവിൻ്റെ കൂടെ നടക്കുന്ന ആ ഒരു മീഡിയക്കാരുണ്ടല്ലോ, അവരാണ് ഈ രേണുവിനെ നാശത്തിലേക്ക് കൊണ്ടാക്കുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവർ പറയാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട്, അത് രേണു പറഞ്ഞതാണെങ്കിൽ പോലും രേണു അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല, ചിലതൊക്കെ രേണു തിരുത്താറുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നത്. പക്ഷേ ഇത് അനുമോളുടെ ഇത്, പക്ഷേ ഞാനും രേണു ഇങ്ങനെ അനുമോളെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു അടുപ്പില്ലാത്ത രീതിയിലുള്ള സംസാരമുള്ളൂ, പക്ഷേ കുറ്റങ്ങളൊന്നും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. എന്നാലും നമുക്ക് ആദ്യം തന്നെ അനുമോള് പറയുന്നൊന്ന് കേൾക്കാം. അത് പറയണം. ഒരു വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരുടെ എനിക്കൊന്നും പറയാനില്ല. ചോദിക്കുന്നതിനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവും. പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷൻ ആണ്, ആ ഒരു ലോഞ്ചിന്, ആ കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തിൽ എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി ബിന്നിയുടെ നൂബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവരുടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരുടെ എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒരു കാര്യമാണ്, രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ കാര്യം ശരിയാണ് കേട്ടോ, അങ്ങനെ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. അനുവിന് അങ്ങനെ ആരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല, ബാക്കി എല്ലാവരും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്, അനുവായിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇച്ചിരി ഒരു അനുവിനെ ഇതാക്കി പറയുന്നതായിട്ട് കേട്ടോ. എനിക്കൊന്നും ഇനി വേറെ വല്ലത്തിനും പറഞ്ഞ് ഇനി അനു കേട്ടതാണെന്ന് അറിയത്തില്ല. അനു ഇങ്ങനെ പ്രതികരിക്കും. ശരിയാണ്, ഈ ചോദിക്കുന്നവരോട് ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞങ്ങ് നിർത്താം. ഈ വളച്ച് തിരിച്ച് ഓരോ കാര്യങ്ങൾ, അത് പുള്ളിക്കാരനെ വന്നിട്ട് അത് എൻ്റെ ഇഷ്ടമാണെന്ന് ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളത്. അന്നേരം ഇങ്ങനെ ആൾക്കാർ പ്രതികരിക്കും. ഇത് ഈ മീഡിയയിൽ ഇവൻ തന്നെ ചോദിക്കുന്നുണ്ട്, അനു വീട്ടിലിരിക്കുന്നോ അങ്ങനെ എന്തോ പറയുന്നത്. നമുക്ക് ഇതൊന്ന് കേൾക്കാം, കേട്ടേച്ച്. ഇതിന്റെ അകത്ത് അവര് പറയുന്നത് അനുമോള് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞേ, ബിന്നിയുടെ അവിടെ പോയോ, ബിന്നിയുടെ പരിപാടിക്ക് പോയോ, ഇന്ന പരിപാടിക്ക് പോയോ, അതിന് സ്കിപ്പ് ചെയ്ത് അനുമോള് ഒരു നെഗറ്റീവായിട്ട് അനുമോള് പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുക എന്നുള്ള രീതിയിൽ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അനുമോള് പണിയില്ലാതെ വീട്ടിലിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ആ സമയത്താണ് ബിന്നിയുടെ, അത് ഞാൻ പറയാൻ കാരണം അന്നാണ് ബിന്നിയുടെ പ്രോഗ്രാം നടക്കുന്നത് അല്ലെ. അനുമോളുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഏതൊരു റീയൂണിയൻ അവരൊക്കെ ഒരുപാട് വെച്ചല്ലോ, അതിനകത്ത് ഞാനും ഇല്ല അനുമോളും ഇല്ല. അനുമോള് തിരക്കായതുകൊണ്ടാണ് അനുമോള് വരാത്തത്, ഞാനും തിരക്കായതുകൊണ്ടാണ് വരാത്തത്. അതല്ലാതെ അനുമോള് വീട്ടിലിരിക്കാന്ന് രേണുസുതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. ഇത് ഇങ്ങനൊരു കാര്യം അനുമോൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല. രേണു പറഞ്ഞു ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുമെന്ന്, അങ്ങനെ പറഞ്ഞെന്നുള്ളൊരു കാര്യമേ പറയുന്നില്ല. പക്ഷേ ഇവൻ ഇങ്ങനെ ഈ കൂടെ നടക്കുന്ന ഈ മീഡിയക്കാരെന്ന് പറഞ്ഞവരുണ്ടല്ലോ, ഇവന്മാരിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കുറേ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ രേണുവിനും ഇതുപോലെ നെഗറ്റീവ് ആകാനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടേ. ഞാൻ ചോദിച്ചിരുന്നു അനുമോളും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ.
അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് 2 ദിവസം ഇന്നലെ മിനിഞ്ഞാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരാള്, അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ്. അതായത് ചോദിക്കുന്നത് അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു എന്നാണ് അതിനകത്ത് പറയുന്നത്. അനുമോളുടെ വളർച്ച ഞാനെന്തിനാണ് അസൂയപ്പെടുന്നത്? അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേട്ടന്റെ ഒരു സഹപ്രവർത്തകയാണ് അല്ലെ. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷൻ ചേട്ടനും എന്നെ അറിയാമെന്നാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകൻ, അവരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. ഈ ചോദിക്കുന്നവനും കള്ളൻ, ഈ പറയുന്ന പുള്ളിക്കാരിയും കള്ളിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യമേ അനു പറഞ്ഞിട്ടില്ല. രേണുവിന് അനുവിനോട് അസൂയ എന്നുള്ളൊരു കാര്യം അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. അവൻ ചോദിച്ചു ഉടനെ പുള്ളിക്കാരി ആദ്യമായിട്ട് ഈ സംഭവം കേൾക്കുന്ന മാതിരി ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത് പുള്ളിക്കാരി കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കുറേ ഉരുണ്ടുകളിയാണ്. എന്നതിനാന്ന് എനിക്കറിയാൻ പറ്റില്ല, ഇങ്ങനെ കിടന്ന് ഒരു മാതിരി വാക്ക സ്വഭാവമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിനെ നിക്കർ വിധവാന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അവർ എന്നതിനെ എങ്ങനെ വിളിക്കുന്നതെന്ന്. രേണുവിനെ സ്വന്തം വീട്ടുകാർ തന്നെ ട്രോളി തുടങ്ങിയിട്ടുണ്ട്. വീട്ടുകാർ തന്നെ നിക്കർ വിധവാന്ന് വിളിച്ചിട്ടുണ്ട്. കാര്യം അവർ പോലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ തമാശയായിട്ട് പറഞ്ഞതാണ് രേണു പറയുന്നത്. ഒരു മകളോട് വെറുതെ അല്ല നിന്നെ എല്ലാവരും നിക്കർ വിധവാന്ന് വിളിക്കുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ലേ ഈ ഇങ്ങനെയുള്ള കോലം കെട്ടലുകൾ. ഇത് രാവിലെ ഇട്ടുകൊണ്ട് വന്നപ്പോഴേ ഇതിട്ടോണ്ട് ഇറങ്ങിയപ്പോ എന്റെ അമ്മയും പപ്പയും ചിരിക്കുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി എന്താന്ന് വെച്ചാൽ പറയാം, ചുമ്മാ അല്ല നിക്കറവത് ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിന് തന്നെയാ ഞാൻ ഇടുന്നെന്ന് പറഞ്ഞു. ഇനിയും പോരട്ടെ എന്ന് പറഞ്ഞു. എങ്ങോട്ടാ ഞാൻ പറഞ്ഞു അതിന് തന്നെ ഇടുന്നെന്ന് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞു. ചിരിക്കുന്നു രണ്ടുപേരും. അവർക്ക് ഇതൊക്കെ തമാശയാട്ടോ. ഇതെവിടെ ഒരു ഇനാഗുറേഷന് വന്നേക്കുന്നതാണേ. ഭയങ്കര ജാടയിലാണ് കേട്ടോ പുള്ളിക്കാരി ഈ ഒരു പരിപാടിക്ക് വന്നേക്കുന്നത്. ഇതിലെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഒത്തിരി അഹങ്കാരത്തോടു കൂടി, പിന്നെ അഹങ്കാരം ഒന്ന് കുറഞ്ഞായിരുന്നു, പിന്നെ അഹങ്കാരം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇരുന്നോണ്ട് വന്നോണ്ടേ ഷേക്കാണ് ഫേവറേറ്റ്. അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അവിടെ നിൽക്കുന്നവരുടെ മുഖം ശ്രദ്ധിച്ചോ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ ചിലപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നവരായിരിക്കും. നമുക്ക് കാപ്പിയൊക്കെ കിട്ടുന്നെങ്കിൽ നമ്മളത് കുടിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലും ജ്യൂസല്ലേ കൊടുത്തത്, ജ്യൂസ് എല്ലാം കുടിക്കുന്നതാണല്ലോ. അത് ഷാർജ ഇതേ കുടിക്കുള്ളൂ, ഷാർജ ഷേക്ക് കുടിക്കുള്ളൂ. ആ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇവനെയൊക്കെ ഉണ്ടല്ലോ ആദ്യം ഈ കവളം മടൽ വെട്ടിച്ചുണ്ടല്ലോ അതിനടിക്കണം. ഇവനെയൊക്കെ അടിച്ച് ഇവനെയൊക്കെ ആദ്യം ഓടിച്ചു വിട്ടേച്ച് മര്യാദയ്ക്ക് ഓരോ സ്ഥലത്ത് പരിപാടി ഏൽപ്പിച്ച് പോകാൻ പറയണം. കാര്യം എന്നു വെച്ചാൽ ഇഷ്ടം പോലെ അനീഷൊക്കെ നല്ലപോലെ ഫെയിമായിട്ട് നിന്ന ആളാണ്. അനീഷൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾക്കൊക്കെ അനീഷിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനുമോള് ഇവരാരും ഈ മാതിരി കോലം കെട്ടാൻ നിൽക്കുന്നില്ല. ഈ ക്യാമറയും കൊണ്ട് നടക്കുന്നവനെ അത് ആരുടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ ചീത്ത വിളിക്കുന്ന കേട്ട് രേണു ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ടും തിരിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും തന്നെയാണ് വിളിക്കുന്നത് എല്ലാവരെയും. ഒരുത്തം പറയുന്നത് കേട്ട് നിന്നെ എപ്പോഴും കാണട്ടെ എന്ന്. ഈ ഇങ്ങനെ നടന്ന് വെച്ച് ഈ ചീത്തയും വിളിച്ചേച്ച് എന്നിട്ട് പറയുന്നത് പിള്ളേരെ ഇടുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് രേണു തന്നെ ഇടുന്ന കമൻറ്റുകളാണെന്ന് തോന്നുന്നു. ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് മറ്റവരിടുന്നത്. ചേച്ചി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നത്. പിള്ളേരിടുന്നെന്ന് രേണു പറഞ്ഞില്ലേ. രേണു സ്വന്തമായിട്ട് രേണു ഇത് അറിയുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഐഡിയയിൽ വേറൊരാൾ കയറി കിടന്ന് അങ്ങനെ പലതും കാണിക്കാനുള്ള അവസരം കൊടുക്കുന്നതിനകത്തിനാണ്. ഇനി അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ജ്യൂസ് കുടിക്കുന്നതിന് അത്രയും ഇത് കിടന്ന് കാണിക്കേണ്ട കാര്യമുണ്ടോ? ആ കൂടെ നടക്കുന്നവൻ നേരത്തെ ഉണ്ടായിരുന്നവനൊക്കെ കൂടുതൽ ഫസ്റ്റാന്ന് തോന്നി. ഇപ്പോൾ വേറൊരുത്തരാന്ന് തോന്നുന്നു. മീഡിയ ഒന്ന് തന്നെയാണ്, പക്ഷെങ്കിൽ ആളും മാറിയും തോന്നുന്നു. മറ്റവൻ റെസ്റ്റ് എടുക്കാൻ പോയി കാണും. ഇങ്ങനെ 24 മണിക്കൂർ പുറകെ നടക്കുമല്ലേ, അവനും ഉറങ്ങേണ്ട ഇടയ്ക്ക് ഒരു ചെന്നേരം. വന്ന ഒരു രേണുസുതി ഇപ്പോഴത്തെ ഒരു രേണുസുതി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ആക്കി എടുക്കാം പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാൻ കാരണം എന്നും പറയാറുണ്ട്. അത് ശരിയാ. വന്ന രേണുസുദീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വന്ന സമയത്തുള്ള രേണുസുദീനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം രേണുസുദി അങ്ങ് ഭയങ്കര സ്റ്റാർ ആയെന്ന് പുള്ളിക്കാർ തന്നെ പറയുകയും ചെയ്യും. ചിലപ്പോൾ പറയും ഞാൻ ഒന്നും അല്ല എന്നും പറയും. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. പിന്നെ എന്നെ അടുത്തറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂട്ടുകാരൊക്കെ ആണെങ്കിലും അവര് പറഞ്ഞു തരും നീ ചെറുപ്പമാണ്, ഇപ്പം വേണ്ട രേണു, മുന്നോട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്കണം, നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം. ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട്, ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചങ്ങ് മാറും, അത്രേ ഉള്ളൂ. ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് കടുത്ത തീരുമാനം തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. പബ്ലിക്കായിട്ടാണ് ഞാൻ പറയണത്. വെറുതെ ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഇന്നതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയിലൂടെ നടക്കുമല്ലേ.
സത്യം പറഞ്ഞാൽ ഇവരൊരു കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവർക്കും ഉള്ളൂ, മറ്റുള്ളവർക്കും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവർ കല്യാണം കഴിക്കാന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതൊരു കമൻറ്റിൽ ഒരു പുള്ളിക്കാരി പറയുന്നുണ്ട്, ചേച്ചി ഒരു കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്, ചേച്ചി കല്യാണം കഴിച്ച പകുതി പ്രശ്നം ചേച്ചിയുടെ അങ്ങ് തീരുമെന്ന്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. പുള്ളിക്കാരി ഒരു കല്യാണം കഴിക്കാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും. അതുപോലെ തന്നെ പുള്ളിക്കാരി പറയുന്ന ഈ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, ഇത് കേട്ടതിന് ശേഷം കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. രേണുസുതി എവിടെ തൊട്ടാലും അത് കുറ്റം. രേണുസുതിക്ക് ഇല്ലാത്ത കുറ്റമില്ല. രേണുസുതി വയറ് കാണിക്കാൻ പറ്റില്ല. രേണുസുതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രേണുസുതിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. രേണുസുതിക്ക് ഒരു ആണിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. രേണുസുതി ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? അല്ലാതെ രേണുസുതി ഈ തല തൊട്ട് ഈ കാല് വരെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി വെച്ച സാധനമൊന്നുമല്ല, മനസ്സിലായി? ഈ പറയുന്ന ഇവരിങ്ങനെ കിടന്ന് പറയുന്നല്ലോ, നാണമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന, ലോകത്തിൽ കുറ്റം ചെയ്യുന്ന ഒരേ ഒരാളാണ് രേണുസുതി. എവിടെ പോയാലും എൻ്റെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എന്നെ തളർത്താൻ ഇതിനൊന്നും ആവില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. പിന്നെ നീയൊക്കെ പറയും ഇവളുടെ റീച്ച് കുറയാറായി, റീച്ച് തീരാറായി, ഇവള് ഫീൽഡ് ഔട്ടായി. ഫീൽഡ് ഔട്ട് ആകാൻ വേണ്ടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്ന ഒരാളൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാൻ വന്ന ഒരാളല്ല. ഞാനൊരു ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. നീ ഫീൽഡ് ഔട്ട് ആയാലും ഞാൻ ജീവിക്കും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, മനസ്സിലായോ? ഇതിവർ മാന്യമായിട്ട് വീഡിയോ ചെയ്തേച്ച് പറഞ്ഞതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ഇവർ റീച്ച് കുറയുന്നതിനാണ് ഇവരുടെ അവിടെ ഇവിടെ എല്ലാം കാണിച്ച് ഒരു വീഡിയോ ഇടുന്നത്. ഇവർ കൈരാശം പറയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ തുണി കൊടുക്കാൻ നടക്കുന്ന അവർ മുണ്ടും ബ്ലൗസും കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിന് ഞായിട്ടൊരു വീഡിയോക്കകത്തൊരു പുള്ളിക്കാർ കമൻറ്റ് ചെയ്ത് ആദോ അവയുടെ കാര്യം പറയാതിരുന്നത് നന്നായെന്ന്. ഇങ്ങനെയുള്ള വിവരമില്ലായ്മയാണ് ഇവർ കൂടുതലും പറയുന്നത്. ഇവർ കാണിക്കുന്ന മുഴുവനും വിവരമില്ലായ്മയും തോന്നിവാസങ്ങളും മാത്രമാണ്. എന്നിട്ട് ഇവരെ ആരും ഒന്നും പറയരുത്. ഇവർ സപ്പോർട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് വീണ്ടും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഇപ്പോഴും കണ്ണുമടച്ച്. നമ്മൾ ഒരാളുടെ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവരെ നമ്മൾ ആ തെറ്റിലേക്ക് പിന്നെയും കൊണ്ടുവന്ന് യാതൊരു അർത്ഥവും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവരെ നെഗറ്റീവ് പറയുന്നവർ ഇവരുടെ മിത്രമെന്നേ പറയാൻ പറ്റത്തുള്ളൂ, ഇവിടെ ശത്രു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഇവർ നല്ല ഇതിലേക്ക് വരാൻ വേണ്ടിയാണ് അവരെല്ലാം ഓരോന്നും പറയുന്നത്. പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവരുടെ ശത്രു എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ അവരും ഇതുപോലെ തന്നെ നടക്കുന്നവരായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. കൊച്ചിയിലെ ഫുൾ കറങ്ങുമായിരുന്നു അല്ല? ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നു 2 ദിവസം മുന്നേ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 2 ദിവസം നമ്മളെല്ലാവരും അവിടെ വന്ന് അടിയിലെ ടീച്ചർ എപ്പോഴും ചെയ്ത വാച്ചും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കും. കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് ഇപ്പൊ പിള്ളേർ ഭയങ്കര ബിസി. ഇപ്പൊ കൊച്ചിയിൽ വന്നത് നമ്മളെ കാണാൻ സമയമില്ല, പ്രൊമോഷനും. ഇത് ഇവരുടെ കൂടെ റീൽ ചെയ്ത് എനിക്കൊന്ന് ഏതൊരു ഷോർട്ട് ഫിലിം അങ്ങോട്ട് ഉണ്ടായിരുന്നു തോന്നി പുള്ളിക്കാരൻ. അന്നും ഇച്ചിരി ഓവറായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഭയങ്കര ഓവറായിട്ടാണ് കിടന്ന് കാണിക്കുക. ഈ പ്രാവശ്യം എനിക്കൊന്ന് പ്രജീഷ് ഇച്ചിരി ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രജീഷ് ഒതുങ്ങിയിട്ടുണ്ട്, ദാസേട്ടനും ഇച്ചിരി ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ശരിക്കും പ്രജീഷിൻ്റെ ആദ്യത്തെ പ്രജീഷിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ശരിക്കും പ്രജീഷിൻ്റെ കാര്യം നോക്കി തന്നെയാണ് നിൽക്കുന്നത്. അഭിനയിക്കാൻ വന്നു, അഭിനയിക്കുക, ആ ഒരു മൈൻഡാണ് പ്രജീഷ് നിൽക്കുന്നത്. പക്ഷേ ഇത് എനിക്കൊന്ന് കല്യാണമൊന്നും കഴിച്ചായിരിക്കും ഈ ചെറുക്കൻ, അതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഇടന്ന് കാണിക്കുന്നത്. ഈ ചെറുക്കൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എടുത്തില്ല. ഇവർ രേണു ഏത് കോൾ വന്നാലും പബ്ലിക്കായിട്ട് അത് സ്പീക്കറിലിട്ട് രേണു സംസാരിക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു രേണു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചെറുക്കൻ എങ്ങാണ്ട് വിളിച്ചപ്പോഴത്തേക്കും വീഡിയോ കോളിൽ വന്നു സംസാരിച്ചുകൊണ്ടിരിക്കെ ചെറുക്കൻ വേറെ എന്നതോ പെട്ടേടാ നിർത്ത് എന്നൊരു പെട്ടെന്ന് പുള്ളിക്കാരി അത് സ്പീക്കർ ഓഫ് ചെയ്ത് അല്ലാതെ സംസാരിച്ച്. അപ്പോൾ പുള്ളിക്കാരിക്ക് അറിയാം ഈ 4 പേര് കേൾക്കാതെ അത് സംസാരിക്കാനറിയാം, രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറിയാം. ഇവരെല്ലാം ഇതായിട്ടിരിക്കുന്നവരെന്നല്ലേ പറയുന്നത്. പിന്നെ എന്തിനാ അവർ ആ സ്പീക്കർ മാറ്റി വെച്ച് അവരല്ലാതെ സംസാരിക്കാൻ പോയത്? അതാ പറഞ്ഞ പഠിച്ച കള്ളി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഇത്രയും കള്ളത്തരം പിടിച്ച ഒരു പെണ്ണുങ്ങളെ ലോകത്ത് കണ്ടിട്ടുണ്ടായിരിക്കുകയില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ രണ്ടുപേരും അങ്ങ് അഴിഞ്ഞാടുക എന്ന് വേണം പറയട്ടെ, അഴിഞ്ഞാടുക. അതുപോലെയാണ് ഒരു ഷൂട്ടിനൊക്കെ ചെന്ന് ഇങ്ങനെയാണോ എല്ലാവരും? നമ്മൾ ഈ അല്ലാത്ത എത്രയോ ഷൂട്ടിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇറങ്ങിയിട്ടുണ്ട് കുറേ എണ്ണങ്ങൾ. ഷൂട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അപരാധം കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ആ ഒരു ഇതിൽ പെടും പുള്ളിക്കാരി. ഞാൻ പറയില്ല, ഒരു കല്യാണം കഴിക്കുമെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കും, ഒരു ആശ്വാസം കിട്ടുമായിരിക്കും പുള്ളിക്കാരിക്ക്. ഓരോന്നും പുള്ളിക്കാരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പബ്ലിക്കിലേക്ക്. ഓരോന്നിട്ട് ഇവരുടെ പുറകെ ക്യാമറയും തൂക്കി ഒരുത്തും നടക്കുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാമല്ലോ, ഇവർ വിട്ടേക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊന്നും ചെയ്ത് കാണിച്ചുകൂടെ ഇതിലൂടെ? ഒരു വിധവ, മക്കളെ വളർത്താനുള്ളൊരു വിധവ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
എത്ര അന്തസ്സുള്ള കാര്യങ്ങളാണെന്നറിയാം. ഒരുവിധം മക്കളെ വളർത്താൻ വേണ്ടി എല്ലാവരും പറയുന്നത് മക്കളെ വളർത്താൻ വേണ്ടി നിങ്ങൾ ചിലവെടുക്കുക, നിനക്ക് എന്നെ അവളങ്ങനെ കാണിച്ചത് ഇവളങ്ങനെ അങ്ങനെയുണ്ട്. ഇതൊക്കെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കരുത്. കാര്യം ഇതൊക്കെ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചു പിള്ളേർ മുതൽ അവരിലുണ്ട്. രേണു തന്നെ പറയുന്നതായിട്ട് 18-19 വയസ്സ് പ്രായമുള്ള ഇറക്കന്മാരാണ് എൻ്റെ ആരാധകരെന്ന്. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി എല്ലായിടവും തുറന്നിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. കൊച്ചു പിള്ളേരല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇതിനകത്ത് തന്നെ ഒത്തിരി പേര് ഇപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇവരെ ശരിക്കും സപ്പോർട്ട് ചെയ്ത് ഇവരെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇഷ്ടമല്ല എന്നും പറയും. ഇപ്പോഴും കണ്ണടച്ചിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഇതൊക്കെ ആയിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ, അതുകൊണ്ടായിരിക്കാം അവരിതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടന്ന് ഡാൻസ് കളിയും ബഹളവും ഈ കെട്ടിപ്പിടുത്തമല്ലാതെ വേറൊന്നുമില്ല ഇതിനകത്ത്. ഇത് ഒരു വീഡിയോസ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം വീഡിയോസിന് വേണ്ടിയാണ്. ഇതിപ്പോൾ പുതിയ ആൽബം തുടങ്ങുവർ, അതിനേക്കാൾ വലിയ അവിഹിതമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം വെച്ചാൽ ഈ ലച്ചു എന്ന് പറയുന്ന പെണ്ണിന് ഒരുമാതിരി ഏപ്പടത്തിനോട് സാമ്യമുള്ള വീഡിയോസ് എടുക്കാനാണ് താല്പര്യവും തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അവിടെ കിടന്നുള്ള അഴിഞ്ഞാട്ടമാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണെന്നറിയോ, ഓരോരുത്തന്മാർ വന്ന് സുധിയെയൊക്കെ കൂട്ടിയാണ് തെറി വിളിക്കുന്നത്. എന്തോ തെറിയെ വിളിക്കുന്നറിയാം. ആ മരിച്ചു പോയ ആ മനുഷ്യനെ നാട്ടുകാർ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നവർക്ക് ഇച്ചിരിയിലും ഒരു ബോധം ഉണ്ടാകുക. കാര്യം എന്ന് വെച്ചാൽ അയാൾ എന്നാ ചെയ്തു, അയാൾ ജീവിച്ചിരുന്ന സമയത്ത് ഇവരെ നിയന്ത്രിക്കാൻ അങ്ങനെ കൊണ്ട് പറ്റിയിട്ടില്ലെന്ന് പറയും. ഞാൻ മരിച്ചു പോയ മനുഷ്യൻ എന്നാ ചെയ്യാനായിട്ടാണ്. ഇവരുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പറയുന്നേക്കാം കമ്പും കോലും ഇട്ടിട്ട് പെരക്കിട്ടിട്ട് ഓടിക്കലായിരുന്നു എന്നൊക്കെ ആ സമയത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ മരിച്ചു പോയ ആ മനുഷ്യനെ തെറി വിളിക്കുന്ന എന്നതിനാണെന്ന് ഞാൻ ഓർക്കുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ മനുഷ്യനെ അങ്ങനത്തെ തെറികൾ വിളിക്കാതിരിക്കുക. കാര്യം എന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, കൂടപ്പുറപ്പുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെ ഇരിക്കുന്നത്. എത്രയാണെങ്കിലും ഒരു വീഡിയോ വരുമ്പോൾ അതിൽ കമൻറ്റുകൾ നോക്കാതിരിക്കത്തില്ല. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ഒരു മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കുക. സ്വന്തം മോൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ എനിക്കത് 3 വർഷം കണ്ടാകാൻ പോകുന്നു തോന്നുന്നു. ആ വർഷം ആകാൻ പോകുന്നിടത്ത് ആ പുള്ളിക്കാരനെ തെറി പറയാമെന്ന് പറയുമ്പോൾ ആ അമ്മയുടെയും ആ കൂടപ്പുറപ്പിൻ്റെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഈ പെണ്ണും പിള്ള കാരണമല്ലേ അങ്ങേരും ആ തെറി കേൾക്കുന്നത്. ഇവർ മാന്യമായിട്ട് വന്ന് അഭിനയിച്ച് മാന്യമായിട്ട് ഇവർ പോവുകയാണെങ്കിൽ ഇവരെ ആരെങ്കിലും എന്നേലും പറയുമോ? ഫുള്ള് സപ്പോർട്ടല്ലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇവരെ ഒരുമാതിരി ഞാൻ പറയേ കെട്ടിയിട്ടേക്കുന്ന പോലെ ഇട്ടേക്കും കൊണ്ട് ആരും തോന്നി. ഇവരെ നേരത്തെ തുറന്ന് വിട്ടിരുന്നെങ്കിൽ ഇതിനപ്പുറം പോയത്. അന്നേ സുധിയൊക്കെ ആയിട്ട് ബന്ധം വഴി സുധിയുടെ പാട്ടിന് പോയായിരുന്നേ. അതുപോലുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ പറയുമ്പോൾ ആരെങ്കിലും ഇതായിട്ട് പറയും, നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ഇവർ കാണിച്ചു കൂട്ടുന്ന കോലങ്ങളെപ്പറ്റി പറയുന്ന. ഒരു മകൻ വളർന്നു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ പറ്റിയോ ഒന്നും ഒരു ചിന്തയില്ല. അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കട്ടെ. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന കല്യാണം കഴിച്ചാൽ പിന്നെ ഈ അഴിഞ്ഞാട്ടം പറ്റത്തില്ല. അത് ഉള്ള കാര്യമാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു റൂമിൽ നിന്ന് മേക്കപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മാറി നിൽക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ആ റൂമിലോട്ട് നമ്മുടെ ഭർത്താവ് കയറി വരും, നമ്മുടെ പെൺമക്കളാണെങ്കിലും കയറി വരും, നമ്മുടെ അമ്മമാർക്കും കയറി വരാം. അതിനപ്പുറം വേറൊരു പെണ്ണിനെ പോലും ആവശ്യമില്ലാതെ ഒരിത്തിരി കയറ്റുകയില്ല. എൻ്റെ രീതി വെച്ച് ഞാൻ പറയണം, കയറ്റുകയില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്കത് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഇവിടെ രേണു മേക്കപ്പ് ഇടാനായിട്ട് ഡ്രസ്സ് മാറി വന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ആ ക്യാമറയും കൊണ്ട് അവൻ വന്നു. പക്ഷേ പുള്ളിക്കാരി അത് വിളിച്ച് വരുത്തുന്നതായിരിക്കും നിൽക്കുന്നത്. അല്ലേ പിന്നെ നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരുത്തരം നമ്മുടെ ബെഡ്റൂമിൽ കയറി, ബെഡ്റൂമിലല്ല നമ്മൾ എവിടെ നിന്ന് മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രസ്സ് മറന്ന് ഒരുത്തും കയറി വരികയല്ല നമ്മുടെ അനുവാദം ഇല്ലാതെ. ഇവൻ്റെ ഒരു ഭാഗ്യമൊന്നും ഓർത്ത് നോക്കണേ, എന്നാ ഭാഗ്യമൊന്നും ഓർത്ത് നോക്കണം. എവിടെ പുള്ളിക്കാരി തുടങ്ങിയില്ല എന്നാലും പുള്ളിക്കാരന് പോയി വീഡിയോ എടുക്കാം. ഇല്ല, തുടങ്ങിയില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് കൊണ്ട് വന്നതേ. ലൊക്കേഷനിലായിരുന്നു ഇത് നമ്മള് കള്ളിപ്പെണ്ണും കള്ളുകുപ്പി ലക്ഷ്മിന്റെ ലക്ഷ്മിന്റെ 2ാമത്തെ ആൽബമാണ്. അതായത് നമ്മുടെ മന്ദാര ചേഞ്ചിന് ശേഷമുള്ള 2ാമത്തെ ഹിറ്റ് ആൽബം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 നായകന്മാരാണ്. എന്റെ ഒരു റീലിലൂടെ ആയ ആളെ 2 ആൽബത്തിലൂടെ ജോഡികളായ ആൾക്കാര്. അതായത് നിങ്ങൾക്ക് അറിയാം, പേര് പറഞ്ഞാൽ ദാസേട്ടൻ കോഴിക്കോട്, പ്രതീഷ് പ്രകാശ്, അക്ഷയ്. എനിക്ക് തോന്നുന്ന റീലിലൂടെ ആവുന്നു. ആ പുള്ളിക്കാരൻ്റെ പേര് അക്ഷയെന്നോ ആഷിക്കെന്നോ അങ്ങനെ കണ്ടാണ് കേട്ടോ. ഇത് ഏത് വീഡിയോ ആണ് വൈറലായത്? അതോ ഇനി എടുക്കാൻ പോകുന്നത് വൈറലാകുന്നെന്നാണ് ഉദ്ദേശിച്ചത്? ഇതിന് മുന്നിലത്തെ വലിയ ഇതൊന്നും ആയില്ല. രേണു ഏറെ കയറി, അതേ ഉള്ളൂ. അല്ലാതെ വീഡിയോ വലിയതായിട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടോ, ഒന്ന് നിൽക്കുന്ന കണ്ടോ. പിന്നെ എന്നാത്തിനാണ് ആ ഷോൾ എടുത്തിട്ടെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. കാര്യം കണ്ണാടി പോലത്തെ ഒരു സാധനമാണ്. അതിന് അപ്പുറത്തോടെ ഇപ്പുറത്തോടെ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റുന്നത്. മേക്കപ്പ് ഒന്നും ഇല്ലാത്ത രേണുവിനെ കണ്ടോ. പിന്നെ ഇതുപോലായിരുന്നു നമ്മുടെ
ഈ ഒരു പ്രജീഷിൻ്റെ ഒരു ആൽബം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ പ്രജീഷും രേണും കൂടെ അങ്ങ് ഓടി നടന്ന് പിന്നെ കുറേ ഒരു ഷാപ്പിലെയൊക്കെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ അതൊക്കെ ചെയ്തായിരുന്നു. ഷാപ്പിലെ പെണ്ണോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഒരു പേര്. ആ സമയത്ത് പ്രജീഷിന് വാരിക്കൊടുക്കുന്നു. അത് ഈ മീഡിയക്കാരന്മാരാ വാരിക്കൊടുക്ക് ചേച്ചി, അങ്ങോട്ട് വാരിക്കൊടുക്ക്, ചേട്ടാ ചേച്ചിക്ക് വാരിക്കൊടുക്ക് എന്നും പറഞ്ഞ് വാരിക്കൊടുത്ത് രേണു കേൾക്കാൻ ദയാച്ചുവൊക്കെ വന്നിരുന്ന് പറഞ്ഞേക്കുന്നത് കേട്ട തൊലി ഉരിഞ്ഞു പോകും. അതുപോലെയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇതുപോലെയാണോ നിങ്ങൾ വിധവമാരൊക്കെ കാണിക്കുന്നത്? വിധവയല്ലേ, ജീവിച്ച് പൊക്കോട്ടെ. ഒരു വിധവ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടറിയാം. രേണു പറഞ്ഞ് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാതിരിക്കട്ടെ രേണു. ഈ ഒരവസ്ഥ ഒരു പെണ്ണിനും വരാതിരിക്കട്ടെ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നാശത്തിലേക്ക് പോകാനുള്ളൊരു വഴിയാണത്. ഈ ഒരവസ്ഥ ഒരു പെണ്ണിനും വരാതിരിക്കട്ടെ എന്ന് പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റാണ്. ഇനി നമുക്ക് കേൾക്കാം. പൊട്ടത്തരവേ വാ തുറന്നാൽ വരുവുള്ളൂ. ഈ പൊട്ടത്തരവെ കൂടെ ഒന്ന് കേട്ട് നോക്ക്. എനിക്ക് സത്യം പറഞ്ഞ പേടി. ഇപ്പൊ നമ്മളിവിടെ ചെല്ലുമ്പോൾ വെളുപ്പിനെ തന്നെ ഞങ്ങൾ പോകുന്നത്. വീട്ടിൽ ചെല്ലാൻ വെളുപ്പിനാവും. വെളുപ്പിന് ഞാൻ ഇങ്ങനെ എൻ്റെ ബ്രദറാണ് ഓടിക്കുന്നത്, വണ്ടി ഓടിക്കുക. അപ്പൊ അവനോട് ഞാൻ പറയും, എടാ ഉറക്കം അളച്ച് ഉറക്കം വരുവാണെങ്കിൽ സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങിക്കോളൂ. ഉറക്കം അളച്ച് ഡ്രൈവർമാർ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്, ഓടിക്കാത്തതാണ്, പണ്ടേ പഠിച്ചിട്ടുള്ള ലേണേഴ്സ് കിട്ടിയതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടടഞ്ഞാൽ മതി, കയറി പോകും വണ്ടി. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കണ്ണു തുറന്നാലും ബോധം വന്നാലും ചെന്ന് ഇടിച്ച് കയറും. അതിനാണ് പറയുന്നത് ഉറക്കം ഏത് ഇപ്പൊ ആരാണെങ്കിലും സത്യം പറഞ്ഞാൽ മിക്ക കലാകാരന്മാർ ഈ വെളുപ്പിനുള്ള യാത്രയാണ്. ഡ്രൈവർമാരാണെങ്കിലും ഈ കലാകാരന്മാർ മിക്ക വെളുപ്പിനുള്ള യാത്രയാണ് അപകടം. എനിക്ക് തോന്നുന്നത് ഈ 4:30, 5:30 ഈ ഇടയ്ക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു 3:30 തൊട്ട് 4:30, 5:30 ഈ ഒരു സമയം എന്ന് വെച്ചാൽ മനുഷ്യന് ഗാഢ നിദ്രയുള്ള സമയം, ഒരു സൂചി കുത്തി നമ്മൾ അറിയാത്ത സമയമാണ്. അപ്പൊ ഈ സമയത്ത് കറക്റ്റായിട്ടും ഉറക്കം മസ്റ്റാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ഷീണം തോന്നിയാൽ വണ്ടി സൈഡിലോട്ട് നിർത്തുക, ഒരു കോഫി എന്തെങ്കിലും കുടിക്കുക, ഉറങ്ങുക. ഉറങ്ങി ഒരു 1/2 മണിക്കൂറെങ്കിലും ഫിക്സ് ആയിട്ട് ഒന്ന് ശരിക്കും ഉറങ്ങുക. ഉറങ്ങിയിട്ട് എണീറ്റ് മുഖം കഴുകി ഫ്രഷ് ആയിട്ട് വണ്ടി എടുക്കുക. ഓക്കെ. പിന്നെ സൈഡിൽ ഇരിക്കുന്നവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ ഡ്രൈവർമാർ എന്തായാലും നല്ല രീതിയിൽ ഓടിക്കും. ഡ്രൈവർ ഉറങ്ങി. എനിക്കൊന്നൊന്ന് ബിനു അടിമാലിയായിരുന്നു തോന്നുന്നു വണ്ടി ഓടിച്ചിരുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരി പറഞ്ഞതൊക്കെ ഓക്കെയാണ്, ശരിയാണ്, പറഞ്ഞതൊക്കെ നമുക്ക് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതാണ്, ലേണേഴ്സൊക്കെ എടുത്താണ്. ലേണേഴ്സ് എടുക്കുക, ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിനൊരു ഇതെന്നേ ഉള്ളൂ ഈ ലേണേഴ്സ് എന്ന് പറയുന്നത്. ലേണേഴ്സ് എടുത്താലേ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. അതൊരു 3 മാസത്തേക്കുള്ളതാണ്. ലൈസൻസ് എടുത്താലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഡ്രൈവിങ് ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യമൊക്കെ വന്നിട്ട്. ഇതിനു മുമ്പ് ഡ്രൈവ് അത് പറഞ്ഞ് ഓരോ ദിവസങ്ങൾ കഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഇച്ചിരി ആകുന്നതനുസരിച്ച് പുള്ളിക്കാരുടെ സ്റ്റൈലും രീതിയൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ. ഷാർജ മാത്രമേ കുടിക്കുകയുള്ളൂ, പിന്നെ എന്നാ മാസ് മൂവ്മെൻറ്റോ അതേ കുടിക്കുകയുള്ളൂ. പിന്നെ ഇത് ഇപ്പോൾ ഡ്രൈവിങ്ങും പഠിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. ഓരോ സമയത്തും പുള്ളിക്കാരിയുടെ മാറ്റങ്ങളനുസരിച്ച് ആഷ് പുഷ് എന്നൊക്കെയുള്ള രീതിക്ക് അങ്ങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ കുഴപ്പമില്ല, ഡ്രസ്സൊക്കെ ഇട്ട്, എന്നാലും എത്ര ഷോൾ ഇടാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി തെറ്റ് ചെയ്യാത്തവരാരുണ്ടെന്ന് ചോദിച്ചാണ് കേട്ടോ ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ടത്. പുള്ളിക്കാരി ഡയലോഗിന് ഭയങ്കര നീളമാണ്, പക്ഷെ കാണിക്കുന്ന പ്രവൃത്തിയെല്ലാം വെറും തോന്നിവാസങ്ങൾ മാത്രമാണ് കാണിച്ചു കൂട്ടുന്നത്. കാര്യം ഒരു നോർമൽ ഒരു കല്യാണം കഴിക്കാത്ത പെണ്ണാണെങ്കിൽ പോലും ഇത്രയും കിടന്ന് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ കിടന്നുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുതിയ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലച്ചു എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ ഇതിനോടൊക്കെ ഭയങ്കര നമുക്ക് ചിലത് കണ്ട് സംതൃപ്തിപ്പെടുക എന്ന് പറയും, നിർവൃത്തി അടയാന്നൊക്കെ പറയത്തില്ലേ, അതായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. എന്നാലും ദാസേട്ടൻ കുടവയറും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കുടവയറൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. കുടവയറൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സീനൊക്കെ കാണുമ്പോഴത്തേക്ക്. ഇച്ചിരിയുടെ വയറൊക്കെ കുറയ്ക്കാം ദാസേട്ടനെ, ഇച്ചിരിയും കൂടെ ബോഡി ഒന്ന് ഫിറ്റാക്കി ഇച്ചിരിയുടെ ഇതാക്കാം. അപ്പം നമുക്ക് ആ ഒരു സീൻ കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. 3 പേരാണ് നായകന്മാരായിട്ടുള്ളത്. 3-ൽ നിന്നും എന്നതൊക്കെ വരുന്നതെന്നുള്ളത് പ്രജേഷിൽ നിന്നും അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ബാക്കിയുള്ള 2 പേരിൽ നിന്നും എന്നതൊക്കെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം. ചേർത്ത് പിടിച്ചേ, കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ. ആ ചുണ്ടിലും തൊട്ടെ, കണ്ണിലോട്ട് നോക്കിക്കേ, ഇടുപ്പി ചേർത്ത് പിടിക്കേ. ആ നെറ്റിക്ക് രുമ്പ് കൊടുത്തേ, നെറ്റിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്ക്. ദാസേട്ട് കുറച്ചുകൂടെ റൊമാൻസ് എത്തേ, കുറച്ചുകൂടെ
പാവം ദാസേട്ടൻ റൊമാൻസൊക്കെ വാരി ബെദറിയേക്കാണ് ഇതിനകത്തൊക്കെ. ദാസേട്ടന് നെറ്റി ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദാസേട്ടൻ കഴുത്തിൽ ഉമ്മ കൊടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ പിന്നെ പോട്ടെ, അഭിനയമാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇവരല്ലാതെ കിടന്ന് കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ മൊത്തം ഇവർ ഈ മീഡിയയിലൂടെ കൊണ്ടുവരാതിരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. ഇവർക്കൊരു അന്തസ്സുണ്ടെങ്കിൽ ഇവരിനി ഇങ്ങനത്തെ പരിപാടികൾ അഭിനയിക്കുന്നുകൊണ്ടിട്ട്, അത് അഭിനയം അവരുടെ തൊഴിലാണ്. ഇത് അവർ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ തൊഴിലാണ്, അവർ പൈസയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും അഭിനയിക്കാറുണ്ട്. പക്ഷേ അഭിനയത്തിനൊക്കെ പിന്നിലുള്ളത് ഇത്രയും വലിയ ലീലാവിലാസങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇവരെ ആൾക്കാർ, എനിക്കറിയാമല്ല, ആ പേര് കൂട്ടിയാണ് ഇവരെ വിളിക്കുന്നത് മൊത്തം. അതൊരു 10-20 പേരാണ് അങ്ങനെ വിളിക്കുന്നത്. ഇവർ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാ വിളിച്ചിട്ട് എന്നാ കാര്യം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. കല്ലിനെ പാവം ചെയ്യാത്തൊരു കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ ബൈബിളിലെ കുറേ വചനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പാവം ചെയ്തിട്ടില്ലേ കല്ലെറിയുന്നത്, പാവം ചെയ്യാത്തൊരു കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ റിതപ്പൻ എറിയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് ശരി, ഇവർ ചെയ്യുന്ന മാത്രമാണ് ശരി എന്ന് ന്യായീകരിക്കുന്ന ഇവരുമുണ്ട്, ഇവരുടെ കൂടെ കുറച്ച് പേരുമുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ് ഇവരെ ഒന്നിച്ച് എല്ലാവരും കൂടെ ആക്രമിക്കുന്നത് ഒരിക്കലുമില്ല. ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ മരിച്ചു പോയ ഭർത്താവിനെ പോലും മറ്റുള്ളവരെ കൊണ്ട് തെറി വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമായിട്ട് ഇവർ ഓരോന്നും കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ പല്ലിൻ്റെ ഇതിനൊക്കെ 4 ലക്ഷം രൂപയായി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. അവർ പറയുന്നതിൻ്റെ ആ ഒരു സ്ക്രീനെ എഴുതി കാണിച്ചേക്കുന്നുണ്ട് 4 ലക്ഷം രൂപ എത്രയായെന്ന് ചോദിക്കും പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞ് താഴെ എഴുതി കാണിച്ചേക്കുക. അതെന്തിനാണെന്നറിയോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പിന്നീട് തിരുത്തി പറയാൻ വേണ്ടിയാണ്. ഞാനത് പറഞ്ഞില്ലല്ലോ, സ്ക്രീനെ എഴുതി കാണിക്കുന്നതല്ലേ നമ്മൾ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓരോ കാര്യങ്ങളും കാണിക്കും. ചില സമയത്ത് കുരുട്ടുബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൊണ്ടും, ചില സമയത്ത് ഒരു ബുദ്ധിയില്ലാത്ത പോലെ കാര്യങ്ങൾ കൊണ്ടും, ചില സമയത്ത് ഞാനാണ് വലിയ ആളെന്നുള്ള ഭാവത്തിൽ കാര്യങ്ങൾ കൊണ്ടും, പല സ്വഭാവത്തിൽ നടക്കുന്നത്. സ്വന്തം വീട്ടുകാർ പോലും നിക്കർ വിധവാന്ന് വിളിച്ചു തുടങ്ങി. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.